കഴിഞ്ഞ 30 വർഷമായിട്ട് കടമ്പഴിപ്പുറത്ത് കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ഒരു നാടക പഠന കേന്ദ്രമാണ്. 1996 ഇതിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. വളരെ പ്രശസ്തനായിട്ടുള്ള സാമൂഹ്യ വിപ്ലവ വേദിയൊക്കെയായിട്ടുള്ള PT ഭട്ടതിരിപ്പാടിന്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥയായിട്ടുള്ള കണ്ണീരും കിനാവും ദൃശ്യാവിഷ്കാരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് നാട്യശാസ്ത്ര പ്രവർത്തനം ആരംഭിക്കുന്നത്. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഏതാണ്ട് 22ഓളം നാടകങ്ങൾ ഈ നാട്യശാസ്ത്ര പ്രൊഡ്യൂസ് ചെയ്ത് കേരളത്തിനകത്തും പുറത്തും ഉള്ള ഫെസ്റ്റിവലുകളിലും മറ്റു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റു പല പ്രദേശങ്ങളിൽ നിന്നുള്ള നാടകങ്ങൾ കടമ്പഴിപ്പുറത്ത് കൊണ്ടുവന്ന് അവതരിപ്പിക്കപ്പെട്ട രീതിയിൽ ആ കാലഘട്ടം മുതലുണ്ട്. ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഏതാണ്ട് 250ലധികം പഞ്ചാവതരണങ്ങൾ ഈ പ്രദേശം കേന്ദ്രമാക്കി നടത്താൻ നാട്യശാസ്ത്രയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് നാടക അവതരണവും നാടക പ്രൊഡക്ഷനും കൂടാതെ നാടകവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് രംഗാവതരണ രൂപങ്ങളും അവതരിപ്പിക്കുകയും അതിൻ്റെ കലാകാരന്മാരെ ഇവിടെ കൊണ്ടുവന്ന് നാട്ടിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം കൂടി നാട്യശാസ്ത്രം നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും രംഗാവതരണ രൂപങ്ങളാണ്. അതിനെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. അത് രംഗാവതരണ കലകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സൈദ്ധാന്തിക തലത്തിലുള്ള ചർച്ചകളും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഈ സ്ഥലത്തിന്റെ ക്യാമ്പസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 35 സെന്റോളം വരുന്ന ഒരു പ്രദേശമാണ്. ഇത് നമ്മളൊരു കഴിഞ്ഞ 2005 ഈ ഒരു സ്ഥാപനം ഇവിടെ ആരംഭിക്കുകയും ഒക്കെ ചെയ്ത് സ്ഥിരമായിട്ട് നാട്യശാസ്ത്രയുടെ ഒരു പ്രവർത്തന കേന്ദ്രമാക്കി ഇത് മാറ്റിയിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള ആളുകളുടെ സഹകരണമാണ് ഇതിൻ്റെ ഒരു സാമ്പത്തിക അടിത്തറയായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാര്യമായിട്ടുള്ള ഗവൺമെന്റ് ഫണ്ടിങ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഫണ്ടിങ് ഇതുവരെ നമുക്ക് ലഭിക്കുകയോ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയോ ചെയ്യാൻ സാധ്യമായിട്ടില്ല എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നാട്ടുകാരുടെ നല്ല തരത്തിലുള്ള പലതരത്തിലുള്ള പഞ്ചായത്ത് ലെവലിലുള്ള മറ്റു തരത്തിലുള്ള സഹകരണം നല്ലതുപോലെ ഉള്ളതുകൊണ്ട് കഴിയുന്നത്ര പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വരുന്ന ആൾക്കാരുടെ വളരെ ഉദാരമായിട്ടുള്ള സംഭാവനകളും മറ്റും കാര്യങ്ങളാണ്. ഗോദോ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ നാടകം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിന് ആധാരമായിട്ട് ഉപയോഗിച്ചത് പാലക്കാടിന്റെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമായിട്ടുള്ള ഓട്ടംതുള്ളലാണ്. ഓട്ടംതുള്ളലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പൊ അങ്ങനെ ആ തരത്തിൽ എങ്ങനെ നമ്മുടെ തനതായിട്ടുള്ള കലാരൂപങ്ങളെ നമ്മുടെ ആധുനികമായിട്ടുള്ള നാടകാവതരണ ശീലങ്ങളുമായിട്ട് പൊരുത്തപ്പെടുത്താം, അതെങ്ങനെ അതിനെ ഉപയോഗിക്കാമാക്കാൻ പറ്റും എന്നുള്ള ഒരു പഠന രീതിയിലുള്ള പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ഈ നാടകാവതരണങ്ങൾ കൂടാതെ ചില ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുമ്പോഴും ഈ തരത്തിലുള്ളൊരു പഠന പ്രക്രിയയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യമായിട്ട് ഒരു ഫെസ്റ്റിവൽ നടത്തുമ്പോൾ 2001 അത് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സംവിധായകൻ നരിപ്പറ്റ രാജുവിന്റെ 13 നാടകങ്ങൾ 6 ദിവസമായിട്ട് അവതരിപ്പിക്കുന്നത് സംവിധായകനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. 2005 ഷേക്സ്പിയർ നാടകങ്ങൾ, ഷേക്സ്പിയർ ഫെസ്റ്റിവൽ, അതൊരു ഇന്റർനാഷണൽ നാടകോത്സവമായിട്ടാണ് വിദേശത്തു നിന്നൊക്കെ നാടകങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ അവതരിപ്പിച്ചത്. അതൊരു രചയിതാവിനെ ഷേക്സ്പിയറിന്റെ നാടകങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നാടകങ്ങൾ ഫിലിം ഫെസ്റ്റിവൽ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഒരു ഫെസ്റ്റിവലാണ് നടത്തിയത്. 2011 ടാഗോർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയുണ്ടായി. അതും ടാഗോറിന്റെ നാടകങ്ങൾ ദേശീയ തലത്തിലുള്ള വിവിധ നാടക സംഘങ്ങളെ കൊണ്ട് അവതരിപ്പിക്കുകയും അതുപോലെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ പ്രദർശനം, അദ്ദേഹത്തിന്റെ കൃതികളുടെ സിനിമയാക്കിയിട്ടുള്ള ആധാരമായിട്ടുള്ള ഫിലിം ഫെസ്റ്റിവൽ, ഇങ്ങനെ പലതരത്തിലുള്ള പഠന ഒരു പ്രക്രിയയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താറുണ്ട്. അതിനായിട്ട് നമ്മൾ സാമാന്യം ചെറുതല്ലാത്തൊരു ലൈബ്രറി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. വരുന്ന ആളുകൾക്ക് ഈ രംഗാവതരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ ആവശ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുത്ത് വായിക്കാനും, അതുപോലെ ഇവിടെ ഏതാണ്ട് കഴിഞ്ഞ ഒരു 2010 മുതൽ തന്നെ അതിനുശേഷമുള്ള മിക്ക അവതരണ രൂപങ്ങളുടെയും ഒരു റെക്കോർഡഡ് ഭാഗം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 30 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായിട്ട് ചില സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ചില പഠന പരിപാടികൾ രൂപം കൊടുക്കാനുള്ള ഒരു ചിന്ത ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കഥയരങ്ങ് എന്ന് പറയുന്നത് ഇപ്പോൾ 4 മാസമായിട്ട് 5ാമത്തെ അരങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. നാടകത്തിന് വലിയ സാധ്യതകളുണ്ട്. ഇവിടെയൊക്കെ നാടകം അവതരിപ്പിക്കുമ്പോൾ വലിയ സദസ്സുകൾ നമുക്ക് ലഭിക്കാറുമുണ്ട്. പക്ഷെ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാടക അവതരണത്തിനുള്ള
നാടകത്തിന്റെ ഇത് ഫ്രണ്ട്ലി ആയിട്ടുള്ള തിയേറ്ററുകൾ, നാടകാവതരണശാലകൾ, ഇപ്പോൾ സിനിമാശാലകളൊക്കെ പോലെ തന്നെ നാടകാവതരണശാലകൾ, അതിനുവേണ്ടി പ്രത്യേകമായിട്ട് തയ്യാർ ചെയ്യുന്ന നാടകാവതരണശാലകൾ നമുക്ക് ഇല്ല എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. അക്കാര്യത്തിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സാധാരണ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളോ അക്കാര്യത്തിൽ അടുത്ത കാലം വരെ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അതിനകത്ത് കുറച്ച് താല്പര്യം ഉണ്ടായി വരുന്നുണ്ട്. ഓരോ പ്രദേശത്തുള്ള സാംസ്കാരിക നിലയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഓരോ ജില്ലകളിൽ ഉണ്ടായി വരുന്നതിനകത്ത് നാടകാവതരണത്തിനുള്ള സാധ്യതകൾ കൂടി ഉൾപ്പെടുത്താൻ അവർ ഗവൺമെൻറ് ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഡിജിറ്റൽ മാധ്യമ കാലത്താണ് ഒരുപക്ഷെ ഈ മനുഷ്യ ശരീരവുമായിട്ട് പരസ്പരം നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള രംഗാവതരണ രൂപങ്ങൾ കൂടുതൽ പ്രാധാന്യം കിട്ടുകയും പ്രസക്തമാവുകയും ചെയ്യുന്നു എന്നുള്ളൊരു ബോധ്യം മനുഷ്യർക്ക് ഉണ്ടായി വരുന്നുണ്ട്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടുതൽ ബോധ്യപ്പെട്ടു തുടങ്ങുന്നതോടുകൂടി രംഗാവതരണങ്ങൾക്കുള്ള നേരിട്ടുള്ള ലൈവ് രംഗാവതരണങ്ങൾക്കുള്ള സാധ്യതകൾ കൂടി വരുന്നതായിട്ടാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നാറുള്ളത്.